ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് സെമിസ്റ്റർ MBA ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് യൂണിറ്റ് 1ൻ്റെ കണ്ടിന്യൂഷനാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ ഫാക്ടേഴ്സ് ആണ്. അതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഇൻ ദ നേഷൻ വെൽബീൻ ആണ്. സോ നമ്മളുടെ ഫിസിക്കൽ റിസോഴ്സസിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. നമുക്കൊരു മനുഷ്യനാണ് കറക്റ്റായിട്ട് മെഷീൻസ് യൂസ് ചെയ്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു മെഷീന് തന്നെ അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ വിത്തൗട്ട് ഹ്യൂമൻ റിസോഴ്സസ് നമ്മുടെ ഓർഗനൈസേഷൻ അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. നമ്മുടെ കൺട്രീസിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലെല്ലാം എന്താണ്, അവിടുത്തെ ആളുകളും അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. സോ അതാണ് ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് മാൻ വേഴ്സസ് മെഷീൻ. നമ്മുടെ ഓർഗനൈസേഷനിലെ മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലം എന്ന് പറയുന്നത് ഹ്യൂമൻ എന്ന് പറയുന്നത് സോഷ്യൽ റദർ ദാൻ ഫിസിക്കൽ, ടെക്നിക്കൽ ഓർ എക്കണോമിക്കലാണ്. ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് എഫിഷ്യൻസി അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് ലോങ് ആസ് ബേസിക്കൽ ആയിട്ടുള്ള ഫാക്റ്റ് എന്ന് പറയുന്നത് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രിൻസിപ്പലി ഹ്യൂമൻസ് ആണ്. നമുക്കൊരു മാസ് ഓഫ് മെഷീൻസ് ഉണ്ടെങ്കിലും ടെക്നിക്കൽ പ്രോസസ്സ് ഉണ്ടെങ്കിലും കറക്റ്റായിട്ട് ഒരു ബോഡി ഓഫ് മെൻ അല്ലെങ്കിൽ ഒരു മനുഷ്യനില്ലാതെ അത് കറക്റ്റ് യൂസ് ആക്കാൻ വേണ്ടി പറ്റില്ല. അതാണ് മെൻ വേഴ്സസ് മെഷീൻസ്. എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ളത് അല്ലെങ്കിൽ എത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ആണെങ്കിലും അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹ്യൂമൻ വേണം. അതാണ് എൻ്റെ രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് ജനറൽ മാനേജ്മെൻ്റ് ആണ്. നമ്മുടെ വൺ ഓഫ് ദ ഫണ്ടമെൻ്റൽ ഏരിയാസ് ആണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഹ്യൂമൻ റിസോഴ്സസ്. ഇപ്പം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് 5 എമ്മുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ, മണി, മെറ്റീരിയൽ, മിഷൻ ആൻഡ് മെത്തേഡ്. അപ്പം മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ഓൺലി ഫണ്ടമെൻ്റൽ ബട്ട് ഓൾസോ ഡൈനാമിക് ആൻഡ് ചാലഞ്ചിങ്. ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചാലഞ്ചസുകളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സക്സസ്ഫുൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, സിഗ്നിഫിക്കൻ്റ്ലി പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബിഹേവിയേഴ്സിനെ കുറച്ചും കൂടി കൺട്രോൾ ചെയ്തുകൊണ്ട് ചെയ്താലാണ് നമുക്കൊരു സക്സസ്ഫുൾ മാനേജ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു കമ്പനിയിൽ എക്കണോമിക്കലി സക്സസ്ഫുൾ ആവണമെങ്കിൽ മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റണം, ഹ്യൂമൻ റിസോഴ്സിനെ കറക്റ്റായിട്ട് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റിയാൽ മാത്രമാണ് ഒരു കമ്പനിയിലെ എക്കണോമിക്കൽ സക്സസ്ഫുൾനെസ് ഉണ്ടാവുള്ളൂ. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ആണ്. നമ്മൾ കോസ്റ്റ് ആൻഡ് വാല്യൂ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ടു ദ ഓർഗനൈസേഷൻ ആണ്. നമ്മളൊരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ എഫക്റ്റീവായിട്ട് അതിൻ്റെ വാല്യൂസ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. ഒരു ഓർഗനൈസേഷനിൽ മോർ ദാൻ ദ കോസ്റ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഇപ്പം നമ്മളൊരു 10 ജോലിക്കാർക്ക് എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നതിനേക്കാളും ഇരട്ടി ആയിരിക്കണം ആ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ആ എംപ്ലോയീസിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് എന്തുണ്ടാവുള്ളൂ, കമ്പനി ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അതാണ് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഇസ് റദർ മോർ ദാൻ ദ കോസ്റ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഇറ്റ്സ് ഹെൽപ്പ് മാനേജ്മെൻറ്റ് ടു യൂട്ടിലൈസ് ഹ്യൂമൻ റിസോഴ്സ് മോസ്റ്റ് എക്കണോമിക്കലി ആൻഡ് എഫിഷ്യൻ്റ്ലി. നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഹാൻഡിൽ ചെയ്ത് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റണം. അതാണ് ഫോർത്ത് പോയിന്റ്. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് നോളേജ് ആണ്. നമുക്ക് 3 ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ആണ് ഹ്യൂമൻ റിസോഴ്സിലുള്ളത്: സ്കിൽ, എബിലിറ്റി ആൻഡ് നോളജ്. ഇത് നമ്മളുടെ PF ട്രക്കറിൻ്റെ ഒരു കോട്ടിൽ പറയുന്നത് നോളജ് ഈസ് ദ ഓൺലി മീനിങ് ഫുൾ റിസോഴ്സസ് ടുഡേ. നമുക്ക് ഒരാളിൽ നിന്ന് ഒരാൾക്ക് തട്ടിക്കൊണ്ടുപോകാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം നമ്മുടെ അറിവാണ്. സോ അതാണ് PF ട്രക്കർ പറയുന്നത്. സോ 3 ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലുള്ളത്: സ്കില്ല്, എബിലിറ്റി, നോളജ്. നമുക്ക് പീപ്പിൾ പ്രൊവൈഡ് നോളേജ് ടു ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ നോളേജ് കൊടുക്കുന്ന അവിടുത്തെ ആളുകളാണ്. അതുപോലെ തന്നെ സ്പ്രെഡ് നോളേജ് അക്രോസ് ദ കമ്പനി. നമുക്ക് ഒരാൾക്ക് അറിവില്ലാത്തത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ കൺവേർട്ട് നോളേജ് ഇൻ എഫിഷ്യൻ്റ് ആക്ഷൻസ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലി നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കണ്ടിന്യൂസ് ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. നോളേജ് എന്ന് പറയുന്നത് നമുക്ക് ഒറിജിനലി സർവീസസിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് അനുസരിച്ച് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നമുക്ക് ത്രൂ നോളേജാണ് നമുക്കത് ആൻറ്റിസിപ്പേറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഒറിജിനൽ ഓർഗനൈസേഷണൽ ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ത്രൂ നോളേജ് ആണ് ലിവറേജ് ചെയ്യുന്നത്. പിന്നെ നോളേജ് ഈസ് ദ ഓൺലി കോർ കോമ്പിറ്റൻസ് ഓഫ് കോപ്പിംഗ് ചേഞ്ചസ്. നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ ഒരു കറക്റ്റായിട്ട് നോളേജ് ഉള്ള ആൾക്ക് മാത്രമാണ് ഒരു ഓർഗനൈസേഷനിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ.
നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. അതിൽ ഫസ്റ്റത്തെയാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്. സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിക്കലി ആൻഡ് സോഷ്യലി നമ്മുടെ നീഡ്സ് ഓഫ് സൊസൈറ്റീനെ ത്രൂ ചാലഞ്ചസ് ആയിരിക്കാം, എത്തിക്കലി സോഷ്യലി റെസ്പോൺസിബിൾ ആയിരിക്കണം. സോ അതോടുകൂടി മിനിമൈസ് ദ ലിമിറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് സച്ച് ഡിമാൻഡ്സ്. നമുക്ക് ഓർഗനൈസേഷൻ്റെ ഡിമാൻഡ്സിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് HRM ബ്രിഡ്ജിങ് ആണ്. സോ HRM ബ്രിങ്ങിങ് അബൌട്ട് ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ്. ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്ത് ഓർഗനൈസേഷൻ്റെ എഫക്റ്റീവ്നെസ് കണ്ടുപിടിക്കാനും കറക്റ്റായിട്ട് ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫങ്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻ്റനൻസ്, പിന്നെ കോൺട്രിബ്യൂഷൻ അറ്റ് ലെവൽ ഓഫ് അപ്രോപ്രിയേറ്റ് ഓർഗനൈസേഷൻ നീഡ്സ്. ഓർഗനൈസേഷൻ്റെ നീഡ്സിനെ കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫങ്ഷണൽ ഒബ്ജക്റ്റീവിൽ വരുന്നത്. ആൻഡ് പിന്നെ വരുന്നത് പേഴ്സണൽ ഒബ്ജക്റ്റീവ് ആണ്. പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എംപ്ലോയീസിനെ അസിസ്റ്റ് ചെയ്യുക. അതെന്തിനാണ്? പേഴ്സണൽ ഗ്രോത്തിനാണ്. ട്രെയിനിങ്സ് ത്രൂ അവരുടെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് ജനറൽ ഒബ്ജക്റ്റീവ്സ്. സോ ഇതിൽ വരുന്നത് നമുക്ക് ഹ്യൂമൻ റിസോഴ്സസിനെ കറക്റ്റ് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ മെയിൻറ്റെയിൻ എ സൗണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചറും വർക്കിംഗ് റിലേഷൻഷിപ്പും മെമ്പേഴ്സ്, ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള എംപ്ലോയീസ് തമ്മിലുള്ള വർക്കിംഗ് റിലേഷൻഷിപ്പും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടു ഹെൽപ്പ് ഓർഗനൈസേഷൻ ടു അച്ചീവ് ഗോൾ എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി ബൈ പ്രൊവൈഡിങ് സ്കിൽഡ് ആൻഡ് മോട്ടിവേറ്റഡ് എംപ്ലോയീസ്. നമുക്ക് കറക്റ്റായിട്ട് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനും ട്രെയിനിങ്സ് കൊടുക്കുന്നത് വഴി ഓർഗനൈസേഷൻ്റെ ഗോൾ നമുക്ക് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ടു മെയിൻറ്റെയിൻ ആൻഡ് ഡെവലപ്പ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. എംപ്ലോയീസിൻ്റെ വർക്ക് ലൈഫിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ HR പോളിസീസ് എൻറ്റീരിയർ എംപ്ലോയീസിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ മ്യൂച്വൽ റിലേഷൻഷിപ്പ്. എംപ്ലോയീസും മാനേജ്മെൻറ്റും തമ്മിലുള്ള മ്യൂച്വൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. എത്തിക്കലി ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിൾ ടു ദ നീഡ്സ് ഓഫ് സൊസൈറ്റിയുടെ നീഡ്സിനനുസരിച്ച് എത്തിക്കലി ആൻഡ് സോഷ്യലി നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇതൊക്കെയാണ് ജനറൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് HR മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്.